ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ +2 ലെവൽ മെയിൻ എക്സാമിൽ സിവിൽ എക്സൈസ് ഓഫീസർ വനിതാ വിഭാഗവും മെൻ വിഭാഗത്തിനും ചോദിച്ച ചോദ്യത്തിലെ ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ മെയിൻ എക്സാമിന് 10 ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൽ നിന്ന് ഉണ്ടാകുക. ആ ചോദ്യങ്ങൾ എല്ലാം തന്നെ മുൻകാലവുമായി ബന്ധമുള്ളതാണ്, അതുമായി സ്വഭാവമുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, കണക്ക് ഇവയൊക്കെ പഠിക്കുമ്പോൾ മുൻകാല ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മാർക്ക് നേടാൻ നമ്മെ സഹായിക്കുന്നത്. അപ്പോൾ മുൻകാല ചോദ്യങ്ങൾ കൃത്യമായി പഠിക്കുക. നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺഅക്കാഡമി എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് അൺഅക്കാഡമി. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒരുപാട് ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിലേറ്റവും പ്രധാനം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മികച്ച അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു വരുന്നു. തുടർന്നുള്ളത് ആരംഭം. ഇതൊരു 90 ദിന കംപ്ലീറ്റ് ബേസ് കോഴ്സാണ്. 10th ലെവൽ പ്രിലിംസ് എക്സാമിനെ ഫോക്കസ് ചെയ്ത് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. തുടർന്നുള്ളത് ദൗത്യം. ഇതൊരു 150 ദിന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നു. KS എക്സാമിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നു. ഉയരെ. അറിവ്. ഇതൊരു 120 ദിന കംപ്ലീറ്റ് SCRT സിലബസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസുകൾ. ജേതാവ്. ഇതൊരു 100 ദിന ബെവ്കോ LD എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസുകൾ. തുടർന്നുള്ളത് +2 ലെവൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ദിശ എന്ന ബാച്ച് കോഴ്സുകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രയാണം. ഇതൊരു 50 ദിന കംപ്ലീറ്റ് കോഴ്സാണ്. HSA എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. തുടർന്നുള്ളത് ഒട്ടനവധി ടെസ്റ്റ് സീരീസുകളാണ്. സീരീസിലെല്ലാം ഉയർന്ന മാർക്ക് മേടിക്കുന്നവർക്ക് ഒരുപാട് സമ്മാനങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം നോക്കാം. സെലക്ട് ദ ആന്റോണിം ഓഫ് ദ വേർഡ് പ്ലെയിൻറ്റീവ്. അപ്പോൾ പ്ലെയിൻറ്റീവ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി, ഡിലൈറ്റ്. അപ്പോൾ ഇത് ഒന്ന് കുറിച്ച് തന്നെ വയ്ക്കുക. പ്ലെയിൻറ്റീവ്, അതായത് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് തൊട്ട് താഴെയുള്ള വാക്കായ സേഡ്, ദുഃഖം എന്നാണ്. ഡിലൈറ്റ് എന്ന് പറയുന്ന സന്തോഷമായ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്, പ്ലെയിൻറ്റീവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിലൈറ്റ്. അടുത്ത ചോദ്യം. പിക്ക് ദ സിനോണിം ഓഫ് ഡെലിഗൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഡെലിഗൻസിൻ്റെ സിനോണിം, പര്യായപദം, അതായത് സെയിം മീനിങ് ഉള്ള തന്നിട്ടുള്ളവയിൽ ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി, അസിഡിറ്റി ആണ് ഡിലിഗൻസിൻ്റെ അർത്ഥമായ അതേ രൂപം എന്ന് പറയുന്നത്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഉത്സാഹം എന്നാണ് മീനിങ്. ഇതും ഒന്ന് കുറിച്ച് വെച്ച് പഠിക്കുക. അടുത്ത ചോദ്യം. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻഡ് പോർഷൻ ഓഫ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. ഐ വിൽ ഡൈ ബിഫോർ ഐ ഈൽഡ്. അപ്പോൾ ഇന്ന് ഇവിടെ പഠിക്കുക. ഇവിടെ എന്താണ് ചോദ്യം? എന്താണ്? ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച്. ഈ തന്നിട്ടുള്ള ഒരു അണ്ടർലൈൻ ചെയ്ത ഒരു സെൻറ്റൻസിലെ ഈ ഭാഗം, ഈ അണ്ടർലൈൻ ചെയ്ത ഭാഗം ഇതിൽ എന്തെന്നാണ് ചോദ്യം. ഐ വിൽ ഡൈ ബിഫോർ ഐ ഈൽഡ് എന്താണ്? ആഡ്വർബ് ആണോ? ആഡ്വർബ് ഫ്രേസ് ആണോ? ആഡ്വർബ് ക്ലോസ് ആണോ? അഡ്ജക്റ്റീവ് ആണോ? ആൻസർ വരിക ഓപ്ഷൻ സി, ആഡ്വർബ് ക്ലോസ്. ഇപ്പോഴാണ് PSC ഉള്ളിലോട്ട് പോയി ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ തന്നിട്ടുള്ളത് ആഡ്വർബാണോ അഡ്ജക്റ്റീവാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ആ വെർബിൻ്റെ ഉള്ളിലോട്ടുള്ള ക്ലോസിലും പോയിട്ടുണ്ട്, ആഡ്വർബ് ക്ലോസ്. അപ്പോൾ ഇവിടെ എന്താണ്? ഐ വിൽ ഡൈ ബിഫോർ ഐ ഈൽഡ്. ഐ ഈൽഡ് എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക, അതായത് ഞാൻ മരിക്കും മുമ്പ് ഞാൻ കുറച്ച് സമ്പാദിക്കും. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ നോക്കുകയാണെങ്കിൽ എന്താണ് ആഡ്വർബ് ക്ലോസ് എന്ന് ആദ്യം പഠിക്കുക. ആഡ്വർബ് ക്ലോസ് എന്ന് പറയുന്നത് ആ ഫങ്ഷൻ ലൈക്ക് ആൻ ആഡ്വർബ്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു ആഡ്വർബിൻ്റെ സെയിം ഫങ്ഷൻ തന്നെയാണ്. പക്ഷേ ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ. ഇത് നമുക്ക് തരുന്നു. എന്താ തരുന്നത്? എബൌട്ട് ദ ടൈം, എബൌട്ട് ദ പ്ലേസ്, കണ്ടീഷൻ, റീസൺ, മാനർ, പർപ്പസ്. അങ്ങനെയൊക്കെ ഒരു സെൻറ്റൻസിൽ നമുക്ക് വായിച്ചെടുക്കാമെങ്കിൽ ഇവിടെ നോക്കുക. ഐ വിൽ ഡൈ, ഞാൻ മരിക്കും മുമ്പ്. ഐ ഈൽഡ്, ഞാൻ സമ്പാദിക്കും. ഇവിടെ എന്താണ്? ഇവിടെ ഒരു കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഒരു കണ്ടീഷൻ വരുവാണെങ്കിലും അതേതാണ്, ആഡ്വർബ് ക്ലോസ്. അപ്പോൾ അത് ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സ്പോട്ട് ദ എറർ ഇൻ ദ ഫോളോവിങ് സെന്റൻസ്. തന്നിട്ടുള്ളതിൽ തെറ്റായ ഭാഗം ഏതാണ്? 100 rupees ആർ നോട്ട് എ ബിഗ് സം ഓഫ് മണി ഫോർ ദ സ്റ്റുഡൻസ്. എവിടെയാണ് തെറ്റ്? ഇവിടെയാണ്, ആർ നോട്ട് എ. ഇപ്പോൾ 100 rupees അല്ലെങ്കിൽ 10 kilograms ഇവയൊക്കെ വന്നാലും നമുക്കത് ഒത്തിരി പ്ലൂറൽ ആയിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ക്രിയ എപ്പോഴും വെർബ് എന്തായിരിക്കും? സിംഗുലർ തന്നെയായിരിക്കും. അപ്പോൾ ഓക്സിലറി വെർബ് സിംഗുലറെ ഉപയോഗിക്കാവൂ. അപ്പോൾ ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 100 rupees ഈസ് നോട്ട് എ ബിഗ് സം ഓഫ് മണി ഫോർ ദ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്കിവിടെ തെറ്റ് ആയിട്ടുള്ളത് രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ ബി, ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, പിക്ക് ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ സെന്റൻസ് ഗിവൻ ബിലോ ഫ്രം ദ ഓപ്ഷൻ. അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. രാം സെഡ് ടു ഹിസ് ബ്രദർ വേർ ആർ യു ഗോയിങ്. എങ്ങനെയാണ് വരിക? ഇവിടെ ചോദ്യമാണ്, ചോദ്യചിഹ്നമാണ് ഉള്ളത്. ആയതിനാൽ എന്ത് ഇവിടെ ആസ്ക്ഡ് തന്നെ വരണം. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ബി ആദ്യമേ തന്നെ കട്ടാകും, കാരണം ഇവിടെ സെഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കാം, രാം സെഡ് ടു ഹിസ് ബ്രദർ വെയർ ആർ യു ഗോയിങ്. അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. രാം ആസ്ക്ഡ് ഹിസ് ബ്രദർ വെയർ ഹി വാസ് ഗോയിങ്. അതായത് സിമ്പിൾ പ്രസൻറ്റ് എന്താവും? പാസ്റ്റ് ആകും. അതാണ് ആർ എന്തായി വാസ് ആയത് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, പിക്ക് ദ പാസീവ് ഫ്രം ദ സെന്റൻസ് ഗിവൻ ബിലോ ഫ്രം ദ ഓപ്ഷൻസ്. അപ്പോൾ ആക്റ്റീവാണ് തന്നിട്ടുള്ളത്. ദേ വെയർ ബീറ്റിംഗ് ദ ബോയ്. അപ്പോൾ പാസീവ് ആക്റ്റീവിലും കൺവേർട്ട് ചെയ്യുമ്പോൾ ഓർക്കുക ടെൻസിന് മാറ്റമില്ല. അപ്പോൾ ഇവിടെ വെയർ ആണ് വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ വാസ് അല്ലെങ്കിൽ വെയർ വരുന്ന ഏതെങ്കിലും ആയിരിക്കും. നമുക്ക് നോക്കാം. ദ ബോയ്, ബോയ് വന്നാൽ എന്താ വരിക? സിംഗുലറേ വരത്തുള്ളൂ. ഇനി ഇവിടെ ING ഫോം ഉണ്ടോ? കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണല്ലോ ബീറ്റിംഗ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാസീവിലും എന്താണ്? ബീയിങ് എന്നൊരു വേർഡ് തീർച്ചയായും വരണം. ING ഉള്ളത് കൊണ്ട് ബീയിങ് എന്നൊരു വേർഡ് തീർച്ചയായും വരണം. അപ്പോൾ അങ്ങനെ ആ കണ്ടീഷനെല്ലാം ഒബേ ചെയ്യുന്നത് ഓപ്ഷൻ എ മാത്രം. ദ ബോയ് വാസ് ബീയിങ് ബീറ്റൺ ബൈ ദം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസറായി വരിക. അടുത്ത ചോദ്യം, പിക്ക് ദ പ്ലൂറൽ ഫ്രം ദ വേർഡ് ഇൻഡെക്സ്. ഇൻഡെക്സിൻ്റെ പ്ലൂറൽ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഇൻഡെക്സസ്. അടുത്ത ചോദ്യം, ലെറ്റ്സ് മീറ്റ് ഡേഴ്സ് ദ തിയേറ്റർ. അപ്പോൾ ഇതൊരു സ്പെസിഫിക് ഏരിയ ആണ് പറഞ്ഞിട്ടുള്ളത്, ദ തിയേറ്റർ. അപ്പോൾ സ്പെസിഫിക് ആണെങ്കിൽ അതിൻ്റെ ഏത് നമ്മൾ ഉപയോഗിക്കണം? അറ്റാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രോപ്പർ പ്ലേസിനെയാണ്, പ്രോപ്പർ സ്ഥലത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലെറ്റ്സ് മീറ്റ് അറ്റ് ദ തിയേറ്റർ. അടുത്ത ചോദ്യം, ഡാഷ് മീൻസ് ടു എക്സാമിൻ ഓൺസ് ഓൺ തോട്ട് ആൻഡ് ഫീലിങ്സ്. അപ്പോൾ വൺ വേർഡാണ്, അത് ഏതെന്നാണ് ചോദ്യം. എന്താണ്? എക്സാമിൻ ദ ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഏതാ വരിക? ഓപ്ഷൻ ബി ഇൻട്രോസ്പെക്ഷൻ, അതായത് ആത്മപരിശോധന. അടുത്ത ചോദ്യം, ഹിസ് ഫേസ് വാസ് ഡാഷ് ആഫ്റ്റർ ദ സ്ട്രീറ്റ് ഫൈറ്റ്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ, അതൊരു നമ്മൾ പഴഞ്ചൊല്ല് പറയുന്നത് പോലെയാണ്. അപ്പോൾ ഹിസ് ഫേസ് വാസ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആഫ്റ്റർ ദ സ്ട്രീറ്റ് ഫൈറ്റ്. അപ്പോൾ ഇത്രയുമാണ് ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ ആവർത്തിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതൊക്കെ ആവർത്തിക്കാം. ലെറ്റ്സ് മീറ്റ് അതെല്ലാം ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ മുൻകാല ചോദ്യങ്ങൾ പഠിക്കുക, കുറിച്ച് വയ്ക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.